നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാമായണ മാസാചരണത്തിനായി തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഒരുങ്ങി. കേരള പ്രവാസി സംഘം ചന്ദ്രാപിന്നി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാസി സംഗമം നടത്തി. അഴീക്കോട് മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്ക് മൈക്രോ ഫിനാൻസ് വായ്പ വിതരണം നടത്തി. വാർത്തകൾ വിശദമായി. കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളെ വരവേൽക്കാൻ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. നാലമ്പല ക്ഷേത്രങ്ങളിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമാണ് മറ്റു ക്ഷേത്രങ്ങളായ കൂടൽമാണിക്യം, പായമ്മൽ, മൂഴിക്കുളം എന്നീ ക്ഷേത്രങ്ങളിലേക്ക് ദർശനത്തിന് പുറപ്പെടുക. ഈ പ്രാധാന്യം കണക്കിലെടുത്ത് തൃപ്രയാർ ദേവസ്വം വിപുലമായ ഒരുക്കങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ മുതൽ ഭക്തരുടെ പ്രവാഹമായിരിക്കും ഈ ഒരു മാസക്കാലം മുഴുവൻ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് മഴ നനയാതെ ദർശനം നടത്താൻ ക്ഷേത്രമതിൽക്കകത്ത് വലിയ പന്തൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിച്ച് സുഗമമായി ശ്രീരാമ സന്നിധിയിലെത്താൻ ക്യൂ സംവിധാനവും ഫ്ലൈ ഓവറും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർക്ക് ചുക്ക് കാപ്പി, കുടിവെള്ളം എന്നിവ ദേവസ്വത്തിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കൊടുക്കും. പുലർച്ചെ 3:30 മുതൽ 12:30 വരെയും വൈകിട്ട് 4:30 മുതൽ 8:30 വരെയും ദർശന സൗകര്യമുണ്ടാകും. ഇതിനിടയിൽ അടച്ചുപൂജ സമയമായ 5:15-നും 6:15-നും, എതിർത്ത് പൂജാ സമയത്തും 6:30 മുതൽ 7:15 വരെയുള്ള പന്തിരടി പൂജാ സമയത്തും 11 മണിക്കുള്ള ഉച്ചപൂജ സമയത്തും ദർശന സൗകര്യം ഉണ്ടാകില്ല. വാഹന പാർക്കിങ്ങിനായി ദേവസ്വം സ്റ്റോക്കുപുര പറമ്പിലും പാട്ടപ്രവൃത്തി പറമ്പിലും പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഈ സ്ഥലങ്ങളിലും ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തെ കംഫർട്ട് സ്റ്റേഷനിലും ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം പാർക്കിംഗ് ഏരിയ, സമുദായ മഠം, ക്ഷേത്ര സമീപത്തെ വിവിധയിടങ്ങളിലെല്ലാം ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശത്ത് പ്രത്യേകം വൈദ്യുതി വിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിനകത്തും പുറത്തും നിലവിലുള്ള 16 ക്യാമറകളടക്കം 32ഓളം ക്യാമറകൾ സ്ഥാപിക്കും. മോഷണം, മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവ തടയുന്നതിനായി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ പോലീസ് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇവിടെ 2 LCD TVയിൽ 32 ക്യാമറയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ മുഴുവൻ സമയവും പോലീസിന്റെ സേവനവും ഉണ്ടാകും. വരിയിൽ നിന്നുകൊണ്ട് തന്നെ വഴിപാട് നടത്തുന്നതിനായി മൊബൈൽ കൗണ്ടർ സംവിധാനവും ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വൈദ്യസഹായവും മറ്റ് സേവനങ്ങൾക്കായി ദേവസ്വം ജീവനക്കാർ, പോലീസ് വിഭാഗം, KSEB വിഭാഗം എന്നിവരെ കൂടാതെ ഈയൊരു മാസക്കാലം താൽക്കാലികമായി 30 ജീവനക്കാരെ കൂടി ദേവസ്വം നിയമിച്ചിട്ടുണ്ട്. രാമായണ മാസക്കാലം മുഴുവൻ ക്ഷേത്രം ഊട്ടുപുരയിൽ അന്നദാനവും ഉണ്ടാകും. മുൻകാലങ്ങളിലേതുപോലെ ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിൽ നിന്നും നാലമ്പല ദർശനത്തിനായി KSRTC ബസിന്റെ സേവനവും ഒരുക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നും പുലർച്ചെ മുതൽ എത്തിച്ചേരുന്ന ഭക്തർ കൊണ്ടുവരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചതിനു ശേഷം പാതയോരത്തും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും ഉപേക്ഷിച്ച് വൃത്തിഹീനമാക്കി പോകുന്നത് എല്ലാ വർഷവും കാണുന്ന കാഴ്ചയാണ്. കൂടാതെ ദർശനത്തിനെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിലെ റോഡിന് ഇരുവശത്തുമാണ്. ഇത് മറ്റു വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും ഏറെ ബുദ്ധിമുട്ടിന് ഇടവരുത്താറുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് തൃപ്രയാർ പോളി ജംഗ്ഷനിൽ പോലീസിന്റെ സഹായത്തോടെ TSJക്ക് സമീപമുള്ള ദേവസ്വം സ്റ്റോക്ക്പുര പറമ്പിലേക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളതെന്ന് ദേവസ്വം മാനേജർ VN സ്വപ്ന അറിയിച്ചു. ഇനിയുള്ള ഒരു മാസക്കാലം രാമായണ മന്ത്രശീലുകൾ ഉരുവിട്ട് നാലമ്പല ദർശന പുണ്യ സായുജ്യം നേടാനെത്തുന്ന തീർത്ഥാടകരുടെ ആത്മീയകാലം. SYS SKSSF പെരിഞ്ഞനം കപ്പൽപ്പള്ളി മഹല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മജ്ലിസുന്നൂർ ആത്മീയ സംഗമവും റിലീഫ് വിതരണവും നടത്തി. മുജീബ് റഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം കേരളത്തിന്റെ അഭിമാനമായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലായി അവരുടെ പ്രത്യേകമായ ഇജാസത്തോടുകൂടെ ഇന്ന് കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മജ്ലിസുന്നൂർ തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെ വലിയ വിജയത്തിലൂടെയാണ് ഇത് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ എന്താണ്? അസ്ഹാബുൽ ബദരീങ്ങൾ അവർക്കൊരു പ്രത്യേകത കൂടെയുണ്ട്. ലോകത്ത് ഒട്ടനേകം യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആണല്ലോ. ബദർ യുദ്ധമുണ്ടായിട്ടുണ്ട്, ഉഹദ് യുദ്ധമുണ്ടായിട്ടുണ്ട്, ഖന്തഖ്, ഹുനൈൻ, ഇങ്ങനെയൊക്കെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്തഫാനി
നിസാമി അധ്യക്ഷത വഹിച്ചു. റാഫി അൻവരി, ഹനീഫ ഖാസിമി, ഷിഹാബ് മൗലവി, ഫൈസൽ ബദരി, KM നിഷാദ്, AV അബൂബക്കർ മുസ്ലിയാർ, ഷെഫീഖ് ഫൈസി, സിദ്ദിഖ് ഫൈസി, മൊയ്തീൻ മൗലവി എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം ചന്ദ്രാപിന്നി വില്ലേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി സംഗമം നടത്തി. പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി AC ആനന്ദൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾ ക്ഷേമത്തിനോട് ഉപയോഗിക്കുന്നത് കേരള പ്രവാസി സംഘം അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണത്തെ കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് VS അച്യുതാനന്ദൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. അതിൽ നിശ്ചിത സംഖ്യ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാം. അപ്പോഴാണ് വീണ്ടും പ്രശ്നമായിരുന്ന ജഗദീഷ് ചാറ്റുമാറി വയലാർ രവി അധികാരത്തിൽ വന്നു, മന്ത്രിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന മദ്രാസിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിച്ചത്. പത്രക്കാർ ചോദിച്ചു, ഈ പ്രവാസി നേതാക്കൾ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ വലിയൊരു സംഖ്യ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. TS ശ്രീരാജൻ, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, MA ഹാരിസ് ബാബു, KK കരുണാകരൻ, MK ഫൽഗുണൻ, AM മജീദ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ മുതിർന്ന പ്രവാസികളെ ആദരിച്ചു. വലപ്പാട് കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കടയ്ക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. വിലപിടിപ്പുള്ള കരകൗശല വസ്തുക്കൾ തകർത്തതായി ആരോപണം. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം കോതകുളം സ്വദേശി തോണിപ്പറമ്പിൽ തമ്പിയുടെ ഭാര്യ അമ്പിളിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഓയിസ്റ്റർ എന്ന സ്ഥാപനത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. 20,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി സ്ഥാപന ഉടമ പറഞ്ഞു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചന്ദ്രാപിന്നി ഈസ്റ്റിൽ DYFIയുടെ കൊടിമരവും പ്രചരണ ബോർഡുകളും നശിപ്പിച്ചതായി പരാതി. DYFI ലെനിൻ യൂണിറ്റിന്റെ പ്രചരണ വസ്തുക്കളും കൊച്ചത്ത് രോഹിത്തിന്റെ ബൈക്കിന്റെ സീറ്റ് കുത്തിക്കീറിയ നിലയിലുമാണ് കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയിലാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ പ്രകടനവും യോഗവും നടത്തി. DYFI മേഖലാ സെക്രട്ടറി AJ ജെമൈസൺ, സുബീഷ്, AL ലെമിൻ, K ആബിദ് എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി ചിറക്കൽ സുന്നി UAE പ്രവാസി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. യൂനസ് നഈമി ഉദ്ഘാടനം ചെയ്തു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രബോധന ഗോതയിലേക്ക് നബി സല്ലല്ലാഹു തആല പറഞ്ഞയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തെ ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകനാണ് താങ്കൾ എന്നതായിരുന്നു. ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ കാരുണ്യം വർഷിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക എന്നത് സമൂഹത്തിന് നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സമൂഹത്തോട് സത്യം പ്രബോധനം ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അബ്ദുസമദ് സഖാഫി അധ്യക്ഷനായി. PK അഷ്റഫ്, TH ഷമീർ, PK അഷ്റഫ്, K റാഫി, MM നാസർ, MM സലാം എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.